നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് നിരവധി സ്മാർട്ട് ഫോണുകളാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. എന്നാൽ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി പലപ്പോഴും ഫോണുകൾ വാങ്ങിയാണ് ഉപയോഗിക്കാറുള്ളത്. അത്തരത്തിൽ എൻ്റെ ആവശ്യത്തിന് ഒരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങാനായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ കടയ്ക്കലുള്ള മൊബൈൽ മാൾ എന്ന് പറയുന്ന ഷോപ്പിലേക്ക്. നമ്മൾ നിരവധി ഫോണുകൾ ഇതുപോലെ പേഴ്സണൽ ഉപയോഗത്തിന് മേടിച്ചെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ചെണ്ട കൊട്ടും കേക്ക് കട്ടിങ്ങും എല്ലാം ആയിട്ടൊരു ഫുൾ സെറ്റപ്പിലൊരു മൊബൈൽ പർച്ചേസ് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതാണ് മൊബൈൽ മാളിലെ ആഷിക്ക്. നമ്മുടെ ഫോണെല്ലാം റെഡിയല്ലേ? റെഡിയാണ് സാർ. ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഗാലക്സി C Fold 5 ആണ്. അപ്പോൾ ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ കടയ്ക്കലിലെ മൊബൈൽ മാളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിക്കാണും ഏത് ഫോണാണ് നമ്മളിപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നതെന്ന്. ആഷിക്ക് നമുക്ക് തരുന്നു സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായിട്ടുള്ള സാംസങ് ഗാലക്സി C Fold 6. കൃത്യമായിട്ട് പറഞ്ഞാൽ ഐഫോണിനേക്കാളും വിലയുള്ള സ്മാർട്ട് ഫോൺ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്നതിന് ഈ ഒരു സ്റ്റിക്കർ ജസ്റ്റ് നമുക്കിങ്ങനെ ഒന്ന് പീൽ ഓഫ് ചെയ്താൽ മതി. ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. ബോക്സിനകത്ത് ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ കേബിൾ C2C ചാർജിങ് കേബിൾ, അതുപോലെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ. ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. നമ്മൾ ഫസ്റ്റ് കൈ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. കുറച്ചുകൂടി ഒരു കോമ്പാക്റ്റ് ആയോ എന്നൊരു സംശയം. എന്ത് തന്നെയായാലും എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫോൺ ഇപ്പോൾ ഒരു ബോക്സി ഡിസൈനിലേക്ക് മാറി. നേരത്തെ C Fold 5 എന്ന് പറയുന്നത് അതിൻ്റെ എഡ്ജസ് ഒക്കെ ഒരു അല്പം കർവി ആയിരുന്നെങ്കിൽ ഇവിടെ പൂർണ്ണമായിട്ടും ഒരു ബോക്സി ഡിസൈനിലേക്ക് ഇത്തവണ C Fold 6 മാറിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റിക്കർ ഒന്ന് പീൽ ഓഫ് ചെയ്യാം. ഇവിടെ കവർ സ്ക്രീനിലും ഒരു സ്റ്റിക്കർ ഉണ്ട്, അതും നമ്മൾ പീൽ ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം, സാംസങ് ഗാലക്സി C Fold 6. നേരത്തെയുള്ള ഫോണിൽ, അതായത് C Fold 5 ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും അതുപോലെ സാംസങ് S24 അൾട്രയിലും ഫീച്ചേഴ്സ് സാംസങ് കൊണ്ടുവന്നെങ്കിലും ആ ഫോണുകളിലൊന്നും ഇല്ലാത്ത ഒന്ന് രണ്ട് പുതിയ മാറ്റങ്ങൾ യുടെ രൂപത്തിൽ ഈ ഒരു ഫോണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സ്കെച്ച് ടു ഇമേജ് എന്ന പേരിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജ് എടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് നമുക്ക് വരച്ച് ചേർക്കുന്ന കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് വരയ്ക്കുന്ന സാധനത്തെ അത് ഒറിജിനലാക്കി രൂപമാറ്റം വരുത്തി തരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫോട്ടോ എടുത്തിട്ട്, ഒരാളുടെ ഫോട്ടോ എടുത്തിട്ട് അയാളുടെ തലയുടെ മുകളിൽ ഒരു ക്യാറ്റിൻ്റെ പടം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി. അത് കൃത്യമായിട്ട് ആ ഒരു ക്യാറ്റിനെ നമുക്ക് അവിടെ തലയിൽ ഇരിക്കുന്ന രീതിയിൽ ഇതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്ത് തരും. മാത്രമല്ല നമ്മൾ ആ ഏത് ഫോട്ടോയിലാണോ അത്തരത്തിൽ വരച്ച് ചേർക്കുന്നത് ആ ഒരു ഫോട്ടോയിലെ ലൈറ്റിങ്ങിൻ്റെ കണ്ടീഷനൊക്കെ മനസ്സിലാക്കി അതനുസരിച്ചിട്ടാണ് ആ ഒരു പ്രകാരം ആ ഒരു പൂച്ചയെ ഈ തരത്തിൽ വരച്ച് ചേർക്കുന്നത് എന്നുള്ളതും ഈ ഒരു ഫോണിനകത്ത് അത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളുടെ പോർട്രേറ്റ് ഫോട്ടോകളൊക്കെ എടുത്തതിന് ശേഷം പോർട്രേറ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ഫീച്ചർ പ്രകാരം നമുക്ക് യുടെ സഹായത്തോടെ ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ലുക്കിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെ പോർട്രേറ്റ് ഫോട്ടോ സത്യത്തിൽ പോർട്രേറ്റ് സ്റ്റുഡിയോ എന്ന ഫീച്ചർ പ്രകാരം കൺവെർട്ട് ചെയ്തെടുത്താണ്. ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് സത്യത്തിൽ. ഈ ഒരു ഫോട്ടോയാണ് അത്തരത്തിൽ മാറ്റി എടുത്തത് എന്നുള്ളത് ഓർമ്മിക്കുക. അപ്പോൾ പല രീതികളിൽ നമുക്ക് ഇത്തരത്തിൽ കൺവെർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. കോമിക്, 3D കാർട്ടൂൺ, അതുപോലെ വാട്ടർ കളർ, സ്കെച്ച് എന്നീ 4 വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ പോർട്രേറ്റ് ഇമേജുകളെ ഇത്തരത്തിൽ കൺവെർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ യുടെ ഒരു പുതിയ ഫീച്ചർ ഇത്തരത്തിൽ ഈ ഒരു ഫോണിൻ്റെ നോട്ട് ആപ്ലിക്കേഷനിലേക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിൽ സ്റ്റൈലസ് കൊണ്ട് നമ്മൾ കോറിയിടുന്ന ഫോട്ടോകൾ, ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു വീടിൻ്റെ പടം ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ വെറുതെ കോറിയിടുന്ന ചിത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് കൺവെർട്ട് ചെയ്ത് ഇതുപോലെ പല തരത്തിൽ ഇമേജുകളാക്കി മാറ്റാൻ ഈ ഒരു ഫോണിനകത്ത് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് യുടെ ഭാഗമായിട്ട് ഈ ഒരു ഫോണിലേക്ക് വന്ന അപ്ഗ്രേഡാണ്. പക്ഷേ ഇത് C Fold 5 നേരത്തെ ഇറങ്ങിയ സാംസങ്ങിൻ്റെ S24 അൾട്രയിലോ ഇല്ലാത്ത ഫീച്ചറുകളാണ്. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ തന്നെ കണ്ട ഫീച്ചറുകൾ, അതായത് ചാറ്റ് ഇൻ്റർപ്രറ്റർ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കുറേ ഫീച്ചറുകൾ നേരത്തെ S24 അൾട്രയിലൊക്കെ ഉള്ളത് തന്നെയാണ് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അതുപോലെ സാംസങ് ഗാലക്സിയുടെ ഈ ഒരു നോട്ട് ആപ്ലിക്കേഷനകത്ത് പുതിയൊരു സംവിധാനം കൂടി വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു പ്ലസ് സിമ്പിൾ കൊടുത്തുകൊണ്ട് വോയിസ് റെക്കോർഡിങ്ങുകൾ നമുക്ക് ക്യാപ്ചർ ചെയ്ത് വെക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ നമ്മൾ കാണുമ്പോൾ ഇത്തരത്തിൽ വോയിസ് റെക്കോർഡിംഗ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇംഗ്ലീഷിൽ പറയുന്ന കാര്യങ്ങൾ ആ ഒരു വോയിസ് കംപ്ലീറ്റ് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുകയും ആ പറഞ്ഞ കാര്യത്തെ അത് കംപ്ലീറ്റ് ടെക്സ്റ്റായിട്ട് കൺവെർട്ട് ചെയ്തെടുക്കാനും നമുക്ക് ഇപ്പോൾ ഈ ഒരു ആപ്പ് വഴി സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ്. പക്ഷേ ഓർക്ക് ഇത്തരമുള്ള ഫീച്ചറുകളിലൊന്നും തന്നെ മലയാളം ലാംഗ്വേജ് സപ്പോർട്ട് ഇപ്പോഴും ഈ ഒരു ഫോണിനകത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും മലയാളികൾക്ക് പലപ്പോഴും ഈ ഒരു ഫീച്ചറിൻ്റെ ആ ഒരു ലാംഗ്വേജ് ബേസ്ഡ് സാധനങ്ങൾ പലപ്പോഴും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പേപ്പറിൽ ഇതിന്റെ മെഗാ പിക്സലുകൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ രണ്ടും സെയിം ഡിറ്റോ ആണ്. അതായത് 12 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ, 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി സെൻസർ, 10 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ, അത് അതുപോലെ തന്നെയാണ് ഈ രണ്ട് ഫോണുകളും ഉള്ളത്. പക്ഷേ ഇവിടെ C Fold 6 വന്നപ്പോൾ ഉള്ള ഒരു അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ആ ഒരു വൈഡ് ആംഗിളിന്റെ സെൻസർ ഒന്ന് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഏകദേശം ക്യാമറ സെയിം ഡിറ്റോ സെയിം തന്നെയാണ്. എന്നിരുന്നാലും ഞാൻ ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോകൾ, ഒരേപോലുള്ള ഫോട്ടോകൾ എടുത്തു നോക്കി. ഇപ്പോൾ കാര്യമായിട്ട് ഈ ക്യാമറ
ക്യാമറയിൽ വ്യത്യാസം ഈ ഒരു ഫോണിലേക്ക് വന്നിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി കാണാൻ ഭംഗിയുള്ള ഫോട്ടോകൾ നൽകുന്നത് C Fold 5 ആണ്. ഇതിൻ്റെ മുൻഗാമി തന്നെയാണ്. അതൊരു അല്പം സാച്ചുറേറ്റ് ഒക്കെ ചെയ്ത് ഒരു സോഷ്യൽ മീഡിയ റെഡി ഇമേജസ് ആണ് വരുന്നത്. എന്നാൽ C Fold 6ൽ നിന്ന് എടുക്കുന്ന ഫോട്ടോകൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി നാച്ചുറലായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ എപ്പോഴും അത്ര ഇഷ്ടപ്പെടാറില്ല അല്ലേ, കുറച്ച് കളർ കൂടി നിൽക്കുമ്പോഴാണ് കണ്ണിനൊരു പ്ലീസിങ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എടുക്കുന്ന ഫോട്ടോകൾ C Fold 6ൽ എടുക്കുന്ന ഫോട്ടോകൾ എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ C Fold 5ൽ എടുക്കുന്ന ഫോട്ടോകൾ കാണാൻ നല്ല രസമുണ്ട്. ഈ പറഞ്ഞ പോലെ നേരിട്ട് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരുന്നു C Fold 5. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കുറച്ചുകൂടി ഒന്ന് ഒരു ഇച്ചിരി കളറൊക്കെ ഇട്ട് നമ്മളൊന്ന് റെഡിയാക്കി എടുത്തെങ്കിൽ ഈ ഒരു C Fold 6ലെ പുതിയ ഇതിലെ ഫോട്ടോകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വീഡിയോ ക്വാളിറ്റിയൊക്കെ ഏകദേശം രണ്ടുമൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും കൂടി ഇതിൻ്റെ ഒരു നെക്സ്റ്റ് അപ്ഡേറ്റിലെങ്കിലും ക്യാമറ ഒന്നുകൂടി ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യണം. ഒരു ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഒന്ന് എടുക്കുന്ന ഫോട്ടോകൾ നിങ്ങളിപ്പം ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ട് ഫോണും വെച്ച് എടുക്കുന്നതിനകത്ത് ഈ ഒരു C Fold 6ൽ എടുക്കുന്ന ഫോട്ടോകൾ ഒരു അല്പം കളർ കുറഞ്ഞൊരു ഭംഗി കുറവ് നമുക്ക് അതുകൊണ്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഫോട്ടോ എടുത്ത ഒബ്ജക്റ്റ് നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട ആൾക്ക് മാത്രമേ ഒറിജിനൽ കളർ C Fold 6ലാണ് കിട്ടുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഒരു വെൽക്കം ചേഞ്ച് എന്ന് പറയാവുന്ന തരത്തിൽ വന്ന ഒരു വ്യത്യാസം, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം കണ്ടില്ലേ, നേരത്തെ ഇവിടെ രണ്ടും കർവും ഈ ഒരു ഭാഗം ഒരു ബുക്ക് ഷേപ്പ് രീതിയിലൊക്കെ ആയിരുന്നു ഇരുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിമെട്രിക്കൽ ഷേപ്പിലേക്ക് ഇപ്പോൾ Fold 6 മാറിയിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഹിഞ്ച് കണ്ടില്ലേ, ഹിഞ്ച് വന്നിട്ട് ഇവിടെ Fold 5നകത്ത് ഗ്ലോസി ആയിട്ടുള്ള ഹിഞ്ച് ആയിരുന്നു കൊടുത്തെങ്കിൽ ഇവിടെ മാറ്റ് ഫിനിഷാണ് ഹിഞ്ചിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫ്രെയിമും ഇത്തരത്തിലൊരു ഗ്ലോസിയിൽ നിന്ന് മാറി മാറ്റ് ഫിനിഷിലേക്ക് മാറി കുറച്ച് കയ്യിൽ ഹോൾഡ് ചെയ്യുന്നതിന് കുറച്ചുകൂടെ സുഖമുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ 14 ഗ്രാം C Fold 5ൽ നിന്നും C Fold 6ലേക്ക് വന്നപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കാഴ്ചയിൽ ഇത്തരം വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വന്നിരിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഞാൻ ഈ കാണുന്ന OnePlus ഓപ്പണിനെയും അതുപോലെ തന്നെ വിവോയുടെ വിവോ X Fold 3 Pro എന്ന് പറയുന്ന ഫോണിനെയും ഈ ഒരു Fold 6ൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ കവർ സ്ക്രീനിൻ്റെ വലിപ്പമാണ്. ഓക്കെ, കവർ സ്ക്രീൻ തന്നെ ഒരു സാധാരണ സ്മാർട്ട് ഫോണിൻ്റെ വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അൺഫോൾഡ് ചെയ്യേണ്ടി വരുന്നില്ല ഈ രണ്ട് ഫോണുകൾ യൂസ് ചെയ്യുമ്പോൾ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. എന്നാൽ ഇവിടെ സാംസങ്ങിൻ്റെ C Fold 6ൽ ഇത്തരത്തിൽ കവർ സ്ക്രീൻ കുറച്ചുകൂടി വലുതാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോഴും വളരെ നാരോ ആയിട്ടുള്ളൊരു കവർ സ്ക്രീനാണ് ഇപ്പോഴും ഈ ഒരു ഫോണിനകത്തും നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈവൻ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവർ സ്ക്രീൻ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അല്പം ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ C Fold 6നകത്ത് ബ്രൈറ്റ്നസ്, പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടി എന്നാണ് സാംസങ് ആവശ്യപ്പെടുന്നത്. അതായത് ഇവിടെ C Fold 5ൽ 1750 നിറ്റ്സ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ 2600 നിറ്റ്സ് ആയിട്ട് കൂടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എപ്പോഴും ഫോൾഡ് ഫോണുകളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സ്ക്രീനിൻ്റെ നടുക്ക് വരുന്ന ക്രീസാണ്. അത് ഇവിടെയും കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചരിച്ച് പിടിച്ച് വെട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ ആ ക്രീസ് കാര്യമായിട്ട് നമുക്ക് വിസിബിൾ തന്നെയാണ്. അങ്ങനെ ഭയങ്കര കുറവൊന്നും വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കഴിഞ്ഞ ഒരു വർഷത്തോളം ഞാൻ ഈ ഒരു C Fold 5 ഉപയോഗിച്ച ആളാണ്. നോക്കി രണ്ടിലും ആ ഒരു ക്രീസ് ഏകദേശം ഇപ്പോഴും നല്ല രീതിയിൽ വിസിബിൾ തന്നെയാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. പെർഫോമൻസ് സൈഡിൽ ഇതിൻ്റെ പ്രോസസ്സർ കാര്യമായിട്ട് കഴിഞ്ഞ ഫോണിൽ നിന്ന് സാംസങ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് Snapdragon 8 Gen 3 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇപ്പോൾ ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. പഴയതിൽ 8 Gen 2 ആയിരുന്നു നൽകിയിരുന്നത്. അത് ഈ ഒരു ഫോണിൽ തൊട്ട് നോക്കിയാൽ പോലും ആ ഒരു പ്രോസസ്സറിൻ്റെ വ്യത്യാസം നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. കാരണം തൊട്ട് നോക്കുന്നു എന്ന് പറഞ്ഞത് ഇത് ഉപയോഗിച്ചിട്ട് കുറച്ച് ഫോട്ടോകൾ എടുക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഈ ഒരു ഭാഗം നല്ല രീതിയിൽ ചൂടാകുന്നുണ്ട്. അത് ഈ ഒരു Snapdragon 8 Gen 3 എന്ന് പറയുന്ന പ്രോസസ്സറുള്ള പല ഫോണുകൾ ഇത്തരത്തിൽ ഹീറ്റ് ആകുന്നുണ്ട്. അത് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ C Fold 5 അങ്ങനെ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും എനിക്ക് ഫീൽ ചെയ്ത ഒരു ഫോണല്ല. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ ക്യാമറ ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ ഒരു ഫോൺ ഹീറ്റ് ആകുന്നുണ്ട്. ബാറ്ററിയിൽ യാതൊരുവിധ ഇംപ്രൂവ്മെൻറ്റും സാംസങ് വെർബലി വരുത്തിയിട്ടില്ലെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് 4400 mAh ബാറ്ററിയാണ് ഇപ്പോഴും ഈ ഒരു ഫോൾഡിൽ. അതൊക്കെ ഓർക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ വിവോ X Fold 3 Pro എന്ന് പറയുന്ന ഈ ഒരു ഫോൺ നമ്മൾ നമിക്കേണ്ടി വരുന്നത്. കാര്യം 5500 mAh ബാറ്ററിയുള്ള ഈ ഒരു ഫോൾഡ് ഫോണിന് ഇപ്പോഴും നോക്കി ഇതിൻ്റെ തിക്നെസ് ഒക്കെ നോക്കി ഈ ഒരു C Fold 5നേക്കാളും ഒക്കെ വളരെ വളരെ തിന്നാണ്. 5500 mAh ആണ് പക്ഷേ അവരതിനകത്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും സാംസങ്ങിന് ഈ ഒരു C Fold 6നകത്ത് 4400 mAh, അതും ഇത്രയും വലിയ സ്ക്രീനുള്ള ഇപ്പുറത്തെ രണ്ടാമതൊരു സ്ക്രീനൊക്കെ ഉള്ളൊരു ഫോണിൽ 4400 mAh ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ബാറ്ററി പെർഫോമൻസ് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. എനിക്കൊരു ഫുൾ ചാർജിൽ 22 മണിക്കൂർ 37 മിനിറ്റ് മാത്രമേ ഇത് ഉപയോഗിക്കാൻ സാധിച്ചുള്ളൂ. അതായത് ഒരു 24 അവർ ഫുള്ള് പോലും കിട്ടില്ല. ഒരു ദിവസം ഫുൾ പോലും ഇതിൻ്റെ ബാറ്ററി നിന്നില്ല. ഒരുപാട് അഗ്രസീവായിട്ട് ആ ഫോൺ ഉപയോഗിച്ചതുമില്ല. ഓക്കെ, കുറേ സമയം
ഉപയോഗിച്ചെങ്കിൽ പറയാം. അതായത് നമ്മളൊരു ദിവസം രാവിലെ ബാറ്ററി ഫുള്ള് ആക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ തിരിച്ചെത്തുന്നതിന് മുമ്പ് എന്തായാലും ഇതിൻ്റെ ചാർജ് തീരുമെന്നുള്ളത് കുറവാണ്. അതുപോലെ തന്നെ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് മാത്രമാണ് ഇപ്പോഴും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കഴിഞ്ഞ C Fold 5ലേതുപോലെ തന്നെ സാംസങ് കൊടുത്തിരിക്കുന്നത്. അവിടെയും ഒരു അപ്ഗ്രേഡും ആ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഓരോ കമ്പനികൾ 120ഉം 200 വാട്ടിൻ്റെയൊക്കെ ഫാസ്റ്റ് ചാർജിങ് കൊടുക്കുമ്പോഴാണ് ഇവിടെ ഈ പറയുന്ന 25 വാട്ട് എന്ന് പറയുന്ന ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിൽ മാത്രം ഒതുക്കി നിർത്തിയിരിക്കുന്നത്. ഒരു വെൽക്കം ചേഞ്ച് വന്നിരിക്കുന്നത് പറയുന്നത് 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ഇപ്പോൾ ആൻഡ്രോയിഡ് 14 ആണ്. ആൻഡ്രോയിഡ് 21 വരെയുള്ള അപ്ഡേറ്റ് ഈ ഒരു ഫോൺ കിട്ടും. 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും സാംസങ് കിട്ടും. അതൊരു വലിയ കാര്യമാണ്. 7 വർഷമൊക്കെ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്ന ആൾക്ക് ഗുണമാണ്. കാരണം 7 വർഷവും സോഫ്റ്റ്വെയർ സൈഡിൽ നിന്നുള്ള ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു ഫോൺ ഞാൻ 2 ദിവസം ഉപയോഗിച്ചപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ഒരു ഫോണിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. അതായത് ഈ ഒരു S Penന്റെ സപ്പോർട്ട് ഫോണിന് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫോൺ വാങ്ങുന്നവർ ഏകദേശം 8000 രൂപയോളം കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു കേസ് സെപ്പറേറ്റ് വാങ്ങണം. എന്നാൽ ഈ ഒരു S Pen ഈ S24 അൾട്രയിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് ഒരു സ്ലോട്ട് നൽകി എവിടെയെങ്കിലും വരുന്ന രീതിയിൽ കിട്ടിയിരുന്നെങ്കിൽ ഒരു വെൽക്കം ചേഞ്ച് എന്ന് അതിനെ നമുക്ക്, അല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡ് എന്ന് കൃത്യമായിട്ട് അക്ഷം തെറ്റാതെ നമുക്ക് പറയാമായിരുന്നു. പക്ഷേ അതിപ്പോഴും ഇല്ല. C Fold 5ലൊക്കെ കണ്ടതുപോലെ തന്നെ ഈ ഒരു കേസ് മേടിച്ചെങ്കിലേ നമുക്ക് S Pen ഇതിനോടൊപ്പം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്, 8000 രൂപ വീണ്ടും നമ്മൾ മുടക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഞാൻ ഇതിനകത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ഒന്നാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈ കവർ സ്ക്രീൻ ഒരു സാധാരണ ഫോണിൻ്റെ വലിപ്പത്തിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ, അതായത് Vivo X Fold 3 Proയും OnePlus Openലും ഒക്കെ അവർ ചെയ്ത രീതിയായിട്ടുള്ള ഒരു വലിയ സാധാരണ സ്മാർട്ട് ഫോണിൻ്റെ കവർ സ്ക്രീനിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് ഒരു വെൽക്കം ചേഞ്ച് എന്ന നിലയിൽ വരേണ്ടിയിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ച മറ്റൊന്നാണ് S Penന്റെ സപ്പോർട്ട് ഈ ഒരു കവർ സ്ക്രീനിൽ നൽകിയിട്ടില്ല. ഇന്നർ സ്ക്രീനിൽ മാത്രമാണ് S Penന്റെ സപ്പോർട്ട്. അത് C Fold 5ലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു S Penന്റെ സപ്പോർട്ട് ഈ പറഞ്ഞതുപോലെ കവർ സ്ക്രീനിലും കൂടെ കൊടുത്തിരുന്നെങ്കിൽ, ഇതൊക്കെ ചിലപ്പം ഒരു എന്താ പറയുന്നത് അത്യാഗ്രഹമായിരിക്കാം, എങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് ഞാൻ സാംസങ്ങിൻ്റെ ഒരു ഫോൾഡ് ഫോണിൽ ഇനി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു C Fold 5ൽ നിന്ന് ഒരു ഭയങ്കര ചേഞ്ച് ഒന്നും C Fold 6ലേക്ക് വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ C Fold 5 ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ എന്നെ പോലെ ഒരു മണ്ടത്തിനെ നിങ്ങൾ കാണിക്കരുത്, C Fold 6 ചാടി കയറി എടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈവൻ C Fold 4 ഉപയോഗിക്കുന്ന ഒരാൾ പോലും C Fold 6 എടുക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ഈ ഒരു ഫോൺ 2 ദിവസമെങ്കിലും ഉപയോഗിച്ചപ്പോൾ. എന്നാൽ ഇതുവരെ സാംസങ്ങിൻ്റെ ഒരു ഫോൾഡ് ഫോൺ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് ആദ്യമായിട്ട് C Fold 6 മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപാട് നല്ല നല്ല ഫീച്ചറുകളും നല്ലൊരു ഫോണും എന്ന നിലയിൽ നമുക്ക് ഇതുവരെ ഫോൾഡ് ഉപയോഗിക്കാത്ത ഒരാൾക്ക് ഈ ഒരു ഫോൺ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് ഞാൻ തുടക്കത്തിൽ കാണിച്ച ഫീച്ചറുകളൊക്കെ ഉണ്ട്. ഈ ഒരു ഫോൺ C Fold 6 വാങ്ങുന്ന ആൾ ആദ്യം ചെയ്യുന്നത് ഒരു പക്ഷേ ആ കണ്ട ഫീച്ചറുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരവരുടെ പോർട്രേറ്റ് ഫോട്ടോയൊക്കെ എടുത്ത് വഴി ഇതുപോലെ കൺവേർഷനൊക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു ഫോൺ ഒരു വർഷം ഉപയോഗിക്കുമ്പോൾ ആ ഒരു ആദ്യത്തെ 1-2 ദിവസങ്ങൾ ആ ഒരു ഫീച്ചർ ഉപയോഗിക്കും എന്നല്ലാതെ പിന്നീട് എത്ര ദിവസം ഈ ഒരു ഫീച്ചറൊക്കെ ഉപയോഗിക്കും എന്നുള്ളതും ഈ ഒരു ഫോൺ എടുക്കുന്നവരൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മൈന്യൂട്ട് ചേഞ്ചുകൾ വന്നെങ്കിലും ഫോണിൻ്റെ വില C Fold 5ൽ നിന്ന് ഏകദേശം 10,000 രൂപ കൂടുതലായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു തോന്നലുണ്ടാവും, ഞാൻ ഇങ്ങനെ ഇതൊരു വലിയ അപ്ഗ്രേഡ് അല്ല എന്ന് പറയുന്നെങ്കിൽ പിന്നെ എന്തിന് ഞാൻ ഈ പൈസയൊക്കെ കൊടുത്തു പോയി C Fold 6 എടുത്തു എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലേ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ക്രിയേറ്ററാണ്, ഫോണുകളുടെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാംസങ്ങിൻ്റെയൊക്കെ പുതിയ ഫോൺ വരുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിത് അപ്ഗ്രേഡ് ചെയ്തത്. അതുപോലെ അത് ഇത്രയും ഫോണുകൾ ഇവിടെ ഉള്ളതിൽ എനിക്ക് ഇതിനകത്ത് ഏറ്റവും പ്രിയം ഏതിനോടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വിവോയുടെ X Fold 3 Pro എന്ന് പറയുന്ന ഫോണാണ്. കാരണം ഇത്രയും തിന്നായിട്ടുള്ള ഒരു ഫോൺ നോക്കി, ഇത് ഈവൻ ഈ ഒരു കവർ ഡിസ്പ്ലേ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ആ കവർ ഡിസ്പ്ലേയുടെ സൈസ് തന്നെ നോക്കി, ഇതിൽ നിന്നൊക്കെ എത്രയോ വലുതാണ് ആ ഒരു ഫോൺ. എന്നിട്ടും വളരെ തിന്നാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. അതേസമയം C Fold 6ൻ്റെ ആ ഒരു ബാക്ക് സൈഡൊക്കെ നോക്കി, ആ തിക്നെസ്സിൻ്റെ ഒരു വ്യത്യാസമൊക്കെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. ഒരു സാധാരണ ഫോൺ ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഫോൺ കൊണ്ട് നടക്കാമെന്നുള്ളതാണ് ഈ ഒരു Vivo X Fold 3 Proയുടെ പ്രത്യേകത. മാത്രമല്ല ക്യാമറ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് ഇത്തവണ വിവോയുടെ ഈ ഒരു ഫോണിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വീണ്ടും ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു ഫോണൊക്കെ ഉണ്ടായിട്ട് പിന്നെ എന്തിനാണ് സാംസങ്ങിൻ്റെ C Fold 6 ഞാൻ വാങ്ങിയത് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഈ കാണുന്നൊരു സാധനമാണ്. ഈ ഒരു S Pen എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര യൂസാണ്. അത് ഇത്തരത്തിൽ ഒരു സ്റ്റൈൽ സപ്പോർട്ട് വിവോയിലോ അതല്ലെങ്കിൽ OnePlusൻ്റെ ഓപ്പണിലോ ഇല്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഈ സാംസങ് ഫോൾഡിനോട് അടുത്ത് നിർത്തുന്ന ഒരു കാര്യം. പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ Fold 6ൻ്റെ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12GB 256 ആണ്. 1,65,000 രൂപയ്ക്കാണ് സാംസങ് C Fold 6 വിൽക്കുന്നത്. Fold 5 1,55,000 രൂപയ്ക്കായിരുന്നു ആദ്യകാലത്ത് വിറ്റത്. ഇപ്പോൾ വിലയൊക്കെ ഒരു പക്ഷേ കുറഞ്ഞിട്ടുണ്ടാവും. അത് ഈ പറഞ്ഞ പുതിയ മോഡലുകൾ ഏത് ഫോൺ വന്നാലും 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മാർക്കറ്റിലെ വാല്യൂ കുറഞ്ഞു പോകും എന്നുള്ളതാണ് സത്യം. ഞാൻ ഈ ഒരു ഫോൺ ആൾറെഡി എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു C Fold 6 എടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളെ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം കാണിക്കുന്നതിന് വേണ്ടി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ മൊബൈൽ മോണിൽ ഈ ഫോൺ കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത്
വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിനൊക്കെ C Fold 5 ഒക്കെ ഞാൻ ഇപ്പോൾ കൊടുത്തപ്പോൾ കിട്ടിയ വിലയെന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള വിലയാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു ഫോൺ വാങ്ങിയതിൻ്റെ പകുതി വില പോലും നിലവിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ വില കൂടിയ ഫോണുകൾ വാങ്ങുമ്പോൾ ഒരു പ്രശ്നം. വാങ്ങുമ്പോൾ ഭയങ്കര വിലയാണ്, കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇതിൻ്റെ പ്രൈസ് ഡൗൺ ആകുന്നുണ്ട്, മാർക്കറ്റിലെ വാല്യൂ കുറയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. ഫോൺസിലാണെങ്കിൽ ആപ്പിൾ, സാംസങ്, വിവോ, മോട്ടറോള, IQ, നത്തിങ്, അതേപോലെ ഒപ്പോ, വിവോ, ബാക്കിയുള്ള എല്ലാ ബ്രാൻഡ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. തിങ്ങും നമുക്ക് നോ കോസ്റ്റ് EMI കൊടുക്കുന്നുണ്ട്. ആക്സസറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡ്സ്, മീൻസ് ബെൽക്കിൻ, പ്രൊമേറ്റ്, അതേപോലുള്ള പോട്രോണിക്സ്, ഇങ്ങനെയുള്ള നല്ല ബ്രാൻഡ്സുകൾ കൂടുതലും 2 year വാറണ്ടി ഉള്ള പ്രോഡക്ട്സ് തന്നെ നമ്മൾ മാക്സിമം കൊടുക്കുന്നുണ്ട്. വിച്ച് മീൻസ് ഈ ബെൽക്കിന്റെ പ്രോഡക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 year വാറണ്ടി, ഇന്റർനാഷണൽ വാറണ്ടിയാണ്. ഏത് രാജ്യത്ത് കൊണ്ടുപോയി കഴിഞ്ഞാലും നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ് ആണ് നമ്മളിവിടെ സെറ്റ് നമ്മൾ ചെയ്തേക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് ഐഫോൺസ്, സാംസങ്ങിന്റെ എല്ലാ മോഡൽസും നമ്മൾ EMI വ്യവസ്ഥയിലും നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ EMI ഓപ്ഷൻ ഉണ്ട് സാർ. ഇപ്പം ബജാജ് EMI, അതേപോലെ HDFCയിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് EMI ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. സാർ മൊബൈൽ ഫോണിലെ ബ്രാഞ്ചസ് വരുന്നത് ഒന്ന് വെഞ്ഞാറുമൂട്, അതേപോലെ ആയൂർ, അഞ്ചൽ. ഇപ്പം നമ്മുടെ പുതിയ ഷോപ്പ് കാര്യമായിട്ടും ചെയ്യാൻ പോകുന്നു. വർക്ക് ഓൺ പ്രോസസ്സാണ് സാർ. നമ്മൾ ഈ ഓൾ ഇന്ത്യ ലെവൽ EMI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ സ്കീമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഉള്ള ആൾക്കാർക്കും, നേരത്തെ ഒരു 40 കിലോമീറ്റർ ദൂരപരിധിയായിരുന്നു നേരത്തെ വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ആ കിലോമീറ്റർ പരിധി എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഉള്ള ഒരു വ്യക്തി, ഇപ്പം കാസർഗോഡുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, ഡൽഹിയിലുള്ള ഒരാളായിക്കോട്ടെ, അവർക്കും നമുക്ക് EMI ഓപ്ഷൻ കൊടുക്കാൻ കഴിയും. അതാണ് പുതിയൊരു പോളിസി. അവർക്കിപ്പം സിവിൽ സ്കോർ കുറച്ച് കുറവാണെങ്കിലും നമുക്ക് അവർക്ക് EMI സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. വേറൊരു ഓപ്ഷൻ ഉണ്ട് സാർ, സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്സുകൾ ബൈബാക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുകയും വിൽക്കുവാനും വാങ്ങുവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ലാപ്ടോപ്പും മൊബൈലും സർവീസും നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ പ്ലേ സ്റ്റേഷന്റെ സർവീസും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ കാഴ്ചക്കാർ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ ഫോൺ വാങ്ങാനായിട്ട് വന്നാൽ അവർക്ക് വേണ്ടുന്ന ഓഫറുകളും കാര്യങ്ങളൊക്കെ ജയരാജന്റെ വീഡിയോ കണ്ടിട്ട് ഉറപ്പായിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് തന്നെയാലും ഈ പറഞ്ഞ ഗാഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രോഡക്റ്റുകളൊക്കെ വാങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും മൊബൈൽ മോളിൻ്റെ ഈ പറഞ്ഞ ബ്രാഞ്ചുകളുമായിട്ടോ അല്ലെങ്കിൽ ഇവിടെയോ നമുക്ക് ബന്ധപ്പെടാം. ഞാൻ ഇവരുടെ നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയിൽ വെച്ചേക്കാം, അത് വിളിച്ചിട്ട് എത്താവുന്നതാണ്. താങ്ക് യു. താങ്ക് യു. വന്നതിൽ സന്തോഷം.